ഫോർട്ടി സംസാരിക്കുന്നത് ഇന്ന് കാസർഗോഡിനെ കുറിച്ചാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് നോക്കാം. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങൾ ഒന്നാണ് കാസർഗോഡ് എന്ന് പറയുന്ന മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ വാങ്ങിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം, ലോക്സഭയിലേക്ക് വാങ്ങിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അതാണ് UDF നൽകുന്ന ഒരു പ്രതീക്ഷ നൽകുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ നമ്മൾ ആദ്യം പരിചയപ്പെടുകയാണ്. കലക്ടർ മൈനാജിയാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFിൻ്റെ ഷാനവാസ് പാദൂര്, അദ്ദേഹം ഒരു സ്വതന്ത്രനാണ്. കൂടാതെ BJP സ്ഥാനാർത്ഥി എത്തുന്ന ഒരു വനിതയാണ് അശ്വിനി ML. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട തന്നെ എന്ന് പറയാം. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള, അതുപോലെ തന്നെ ഈ കലക്ടർ മൈൻ ഹാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരുപാട് പാരമ്പര്യം ലീഗിന് വേണ്ടി ഒരുപാട്, അതായത് ഡൽഹി വരെ പോയി ലീഗിന് വേണ്ടി സ്വന്തമായിട്ടുള്ളൊരു ഓഫീസ്, അതായത് ദേശീയ തലത്തിൽ ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രശംസ ഉയർത്താൻ വേണ്ടി. അപ്പോൾ വോട്ട്, അതായത് പാരമ്പര്യമുണ്ട്. കൂടാതെ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ഒരു വലിയൊരു നേതാവ് അവിടെ അദ്ദേഹത്തിന്റെ പ്രഭാവം ആ മണ്ഡലത്തിലെ കഴിഞ്ഞ സിറ്റിംഗ് MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ പക്ഷേ എന്നത് ഈ ഒരു ഇലക്ഷനെ പ്രധാനമായിട്ടും ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഒരു എഫക്റ്റ് അത് എത്രത്തോളം ഈ ഒരു മണ്ഡലത്തെ ബാധിക്കുമെന്നുള്ളത്, അതായത് മോദി എഫക്റ്റ്, മോദി ഗ്യാരണ്ടിയൊക്കെ എത്രത്തോളം ഈ മണ്ഡലത്തെ ബാധിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. മോദി ഗ്യാരണ്ടിയേക്കാളും കൂടുതൽ BJPക്ക് രണ്ടാം സ്ഥാനമുള്ള മണ്ഡലങ്ങൾ ഒന്നാണ്. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് കാസർഗോഡ്. അപ്പോൾ ആ രണ്ടാം സ്ഥാനത്ത് എത്തുമ്പോൾ ഈ മോദി ഗ്യാരണ്ടിയും അതേപോലെ തന്നെ ഈ ഒരു BJPയുടെ ഒരു യങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയും അതൊക്കെയാണ് അവർ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നിലവിലുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു എഫക്റ്റ് കേരളത്തിലുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എഫക്ട് ചെയ്യുന്നുള്ളൊരു ഇത് കാസർഗോഡ് തീരെ തോന്നുന്നില്ല. പക്ഷെ അവിടെ തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ BJP വോട്ട് വളർത്താനുള്ള സാധ്യതയുണ്ട്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി വോട്ടുകൾ വളർത്താനുള്ള സാധ്യതയുണ്ട്. BJP ഇപ്പോൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് ഷെയറുകൾ കൂട്ടാനാണ്. അതിന് എത്രത്തോളം LDFന് ഈ ഒരു മൈനോറിറ്റി വോട്ടുകൾ കൂടി പിടിക്കാൻ പറ്റിയാൽ അത് ഷാനവാസ് പാദൂർ എന്ന് പറഞ്ഞ ഒരാൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം. അവിടെ പോകുന്നത് നമ്മുടെ IUML കിട്ടേണ്ട അല്ലെങ്കിൽ UDFന് കിട്ടേണ്ട വോട്ടുകളെ ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ആളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്, സ്പ്ലിറ്റ് ആവുന്നത്. എന്തായാലും ലീഗിന് അല്ലെങ്കിൽ UDFന് അവിടെ സീറ്റ് ഉറപ്പാണ്. ഏതായാലും നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഈ ഒരു കമന്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. ആര് വിജയിക്കും എന്നുള്ളത് മുൻതൂക്കം ഇപ്പോഴും UDF തന്നെ നിലനിർത്തുന്നു. കാസർഗോഡ് എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.